മാനസികമായും വൈകാരികമായും ശക്തനാകാൻ 10 വഴികൾ. ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് മാനസികമായും വൈകാരികമായും ഒരു ശക്തനായ വ്യക്തിയായി എങ്ങനെ മാറാം എന്നതിനെക്കുറിച്ചാണ്. അതിനായി 10 വഴികൾ നമ്മൾ പഠിക്കാൻ പോകുന്നു. ആ 10 കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് മാനസികമായി ശക്തനായ ഒരു വ്യക്തി എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ അറിയേണ്ടത് പ്രധാനമാണ്. നമ്മൾ പറയും, എനിക്ക് മാനസികമായി ശക്തനാകണം, എനിക്ക് വൈകാരികമായി ശക്തനാകണം എന്ന്. പക്ഷേ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയായിരിക്കും? അയാൾക്ക് പ്രത്യേക രൂപമുണ്ടോ? അയാൾ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തനാകുന്നത്? ഒരുപാട് വലിയ പ്രശ്നങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോഴും ഒരു വ്യക്തിക്ക് ആ സാഹചര്യം എങ്ങനെ തരണം ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും ആത്മവിശ്വാസവുമുണ്ട്. ആ വ്യക്തി പരീക്ഷയിൽ തോറ്റു, മാർക്ക് ലിസ്റ്റ് അയാളുടെ മുന്നിലുണ്ട്. പക്ഷേ എനിക്കിനി ഈ പരീക്ഷ എഴുതാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം സംഭവിക്കേണ്ടത് സംഭവിച്ചു, ഇനി ഈ പരീക്ഷ എങ്ങനെ പാസ്സാകാം എന്നാണ് അയാൾ ചിന്തിക്കുന്നത്. ഞാൻ തീരുമാനിക്കും, ഞാൻ അത് ചെയ്യും. ഇതാണ് മാനസികമായി ശക്തനായ ഒരു വ്യക്തി. വൈകാരികമായി ശക്തനായ ഒരാൾ ആരാണ്? കുടുംബത്തിൽ ദാരിദ്ര്യമുണ്ട്, സഹോദരിയുടെ വിവാഹം നടത്തണം, പണം സമ്പാദിക്കണം, അതോടൊപ്പം സ്വന്തം കരിയറും ഭാവിയും കെട്ടിപ്പടുക്കണം, തന്റെ ഇഷ്ടങ്ങൾ പൂർത്തിയാക്കണം. ഇത് വളരെ വൈകാരികമായ ഒരു സാഹചര്യമാണ്. ഇത് കൈകാര്യം ചെയ്യാൻ 2 വഴികളുണ്ട്. എന്തൊക്കെയാണത്? 1. തോറ്റുകൊടുത്തിരിക്കുക, കരയുക, സമ്മർദ്ദത്തിലാകുക, ഒന്നും ചെയ്യാൻ കഴിയാതെ എല്ലാം അവസാനിപ്പിക്കുക. 2. സ്വയം സമാധാനിപ്പിക്കുക, സാരമില്ല, ഇന്ന് ദാരിദ്ര്യമുണ്ടെങ്കിൽ എന്തുപറ്റി? പണം സമ്പാദിക്കേണ്ടത് നിർബന്ധമാണ്, നമുക്കത് ചെയ്യാം. പക്ഷേ ഞാൻ എന്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കില്ല. ഞാൻ പഠിക്കുകയും ജോലി ചെയ്യുകയും വീട്ടുജോലികൾ ചെയ്യുകയും ചെയ്യും. ഞാൻ എന്നെ തന്നെ വളർത്തുന്നതിനനുസരിച്ച് എന്റെ സാഹചര്യം മെച്ചപ്പെടും. ഇതാണ് വൈകാരികമായി ശക്തനായൊരു വ്യക്തി. പുറം ലോകത്ത് നിങ്ങൾ ആരെയാണ് ശക്തരായി കണക്കാക്കുന്നത്? പണമുള്ളവരെ, രാഷ്ട്രീയ സ്വാധീനമുള്ളവരെ, വലിയ കാറുള്ളവരെ. നിങ്ങൾ വിചാരിക്കും, ഇയാൾ നല്ല കുടുംബത്തിൽ നിന്നാണ്, വലിയ പശ്ചാത്തലമുണ്ട്, ഇയാൾ വലിയൊരു ഉദ്യോഗസ്ഥനാണ്, എന്ത് ശക്തിയാണ് ഇയാൾക്ക്. പക്ഷേ ഇവരുടെ ഉള്ളിനെക്കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം അറിയാം? അവരുടെ മനസ്സിനെക്കുറിച്ച് എത്രത്തോളം അറിയാം? ശക്തനായൊരു വ്യക്തി ആരായിരിക്കും? ആർക്കാണ് ശക്തമായ മനസ്സുള്ളത്? ഏത് വേദനയിൽ നിന്നും പുറത്തുവരാൻ കഴിയുന്നവൻ? ഏത് സാഹചര്യത്തെയും മറികടക്കാൻ പ്രയത്നിക്കുന്നവൻ? അതോ കാറും ബംഗ്ലാവും പണവും രാഷ്ട്രീയ സ്വാധീനവുമുള്ളവനോ? വൈകാരികമായും മാനസികമായും ശക്തനായ വ്യക്തി ആരാണ്? ഉള്ളിന്റെ ഉള്ളിൽ ശക്തിയുള്ളവൻ. അയാൾ മാത്രമായിരിക്കും യഥാർത്ഥത്തിൽ ശക്തൻ. ഒരു ഉദാഹരണം നോക്കാം. മാനസികമായും വൈകാരികമായും ശക്തനാകുന്നത് സാമ്പത്തികമായി ശക്തനാകുന്നതിനേക്കാൾ വലുതാണെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ഒരു വ്യക്തി വളരെ സമ്പന്നനായിരുന്നു, കോടീശ്വരനായിരുന്നു, ജീവിതം വളരെ മികച്ചതായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ബിസിനസ് നഷ്ടത്തിലായി, വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി, വീടും മറ്റു വസ്തുവകകളും വിൽക്കേണ്ടി വന്നു. മാനസികമായും വൈകാരികമായും അദ്ദേഹത്തിന് അത് താങ്ങാൻ കഴിഞ്ഞില്ല. അയാൾ ആത്മഹത്യ ചെയ്തു. ഇതാണ് മാനസികമായും വൈകാരികമായും ദുർബലനായ ഒരാൾ. രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. മറ്റൊരു ബിസിനസ്സുകാരൻ. ജീവിതം നന്നായി പോവുകയായിരുന്നു, ബിസിനസ് ലാഭത്തിലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനും മോശം സമയങ്ങൾ വന്നു. എല്ലാവർക്കും നല്ലതും മോശവുമായ ദിവസങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ബിസിനസ് തകർന്നു, വീടും മറ്റു വസ്തുവകകളും വിൽക്കേണ്ടി വന്നു. അയാൾ റോഡിലായി. തളർന്നു പോകുന്നതിനു പകരം അയാൾ ഒരു തൊഴിലാളിയെ കണ്ടു. അയാളുടെ കുടുംബത്തോടൊപ്പം ചിരിച്ചും കളിച്ചും ഭക്ഷണം പാചകം ചെയ്തും സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഇയാളും ജീവിതം ജീവിക്കുന്നുണ്ടല്ലോ, ഇയാൾക്ക് ഇത്രയധികം കഠിനാധ്വാനം ചെയ്യാൻ കഴിയുമെങ്കിൽ എനിക്കും കഴിയില്ലേ? ഞാനൊരു ശ്രമം കൂടി നടത്തുന്നു, അതിലെന്താണ് കുഴപ്പം? ബിസിനസ്സുകാരന്റെ ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം വീണ്ടും ജോലി തുടങ്ങി. 3-4 വർഷങ്ങൾക്ക് ശേഷം ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ നഷ്ടപ്പെട്ടതെല്ലാം അദ്ദേഹത്തിന് തിരികെ ലഭിച്ചു. ഇതാണ് വൈകാരികമായും മാനസികമായും ശക്തനായ ഒരു വ്യക്തിയുടെ ഉദാഹരണം. നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ ശക്തി പുറം ലോകത്ത് നിങ്ങൾ എത്രത്തോളം ശക്തനാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ട്, കാറുണ്ട്, ബംഗ്ലാവുണ്ട് എന്നതിനെ ആശ്രയിക്കുന്നില്ല. പുറം ലോകത്ത് കാണിക്കുന്നതെല്ലാം വെറും കെട്ടുകാഴ്ചകളാണ്. യാഥാർത്ഥ്യം നിങ്ങളുടെ ഉള്ളിലാണ്. ഇനി നമ്മൾ മാനസികമായും വൈകാരികമായും ദുർബലനായ ഒരാൾക്ക് പോലും ശക്തനാകാൻ സഹായിക്കുന്ന 10 വഴികളെക്കുറിച്ച് സംസാരിക്കും. ഇവിടെ നിന്ന് ഈ വീഡിയോയിലെ ഓരോ വാക്കും നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യുക. ഒരു ഉന്നത നിലവാരത്തിലുള്ള മാനസികവും വൈകാരികവുമായ ശക്തനായ വ്യക്തിയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ. 1. നിങ്ങളെത്തന്നെ പഴിക്കരുത്. സംഭവിക്കേണ്ടത് സംഭവിച്ചു. നിങ്ങളുടെ കയ്യിൽ കാറില്ല, ബംഗ്ലാവില്ല, പണമില്ല, ജോലിയുമില്ല, കുഴപ്പമില്ല. സന്തോഷമില്ല, കുഴപ്പമില്ല. ആരും കൂടെയില്ല, കുഴപ്പമില്ല. കാരണം ആരും ഇവയൊന്നും കൊണ്ടല്ല ജനിച്ചത്, ഇവയോടൊപ്പം മരിക്കുകയുമില്ല. ഇവയെല്ലാം ഈ ലോകത്തുനിന്ന് ലഭിക്കുന്നതാണ്. പണം, ബംഗ്ലാവ്, ജോലി, ബന്ധങ്ങൾ, സന്തോഷം, ഇതെല്ലാം ഈ ലോകത്തുനിന്ന് ലഭിക്കുന്നതാണ്. ഇവയൊന്നും ഒരിക്കലും നിങ്ങളുടേതായിരുന്നില്ല. നിങ്ങൾ ജനിച്ചപ്പോൾ ഇവ നിങ്ങൾക്ക് ലഭിച്ചില്ല. പതുക്കെ ലഭിച്ചു, കുറഞ്ഞു, കൂടി. ഇവയുടെ സ്വഭാവം ഇതാണ്, ഒരു സൈൻ വേവ് പോലെ. മോശമായത് അവസാനിക്കുമ്പോൾ, നിങ്ങൾ മരിക്കുമ്പോൾ ഇവ നിങ്ങളിൽ നിന്ന് അകന്നുപോകും. ഒരിക്കലും നിങ്ങളുടേതല്ലാത്ത ഒന്നിനുവേണ്ടി സ്വയം പഴിക്കുന്നത് നിർത്തുക. ഈ വീടും പണവും കാറുമെല്ലാം എല്ലാവരുടെയും ജീവിതത്തിൽ വരും, പോകും, വീണ്ടും വരും, വീണ്ടും പോകും.
അവശേഷിക്കുന്നത് എന്താണ്? നിങ്ങൾ മാത്രം. നിങ്ങളുടെ മനസ്സിനെയും വികാരങ്ങളെയും ശരിയായി ഉപയോഗിച്ചാൽ ഈ കാര്യങ്ങൾ നേടുന്നത് വളരെ ചെറിയ കാര്യമാണ്. അതിനാൽ നിങ്ങളുടെ കയ്യിൽ ഇതില്ല, അതില്ല എന്ന് പറഞ്ഞ് സ്വയം പഴിക്കുന്നത് നിർത്തുക. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് വൈബ്സ് ലഭിക്കും. 2. സമയം പാഴാക്കരുത്. നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ യാതൊരു പങ്കുമില്ലാത്ത അനാവശ്യ കാര്യങ്ങൾക്ക് പിന്നാലെ പോയി നിങ്ങളുടെ സമയം പാഴാക്കരുത്. ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയ. 50 ലൈക്കുകൾ ലഭിച്ചാൽ എന്ത് സംഭവിക്കും? ആ 50 ലൈക്കിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നേട്ടവുമില്ല. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരു റൊട്ടി ലഭിക്കുമോ? ഇല്ലെങ്കിൽ ചെയ്യരുത്. കുടുംബത്തിൽ ദാരിദ്ര്യമുണ്ടെങ്കിൽ അനാവശ്യ പോസ്റ്റുകളിട്ട് ലൈക്കുകൾ എണ്ണി സമയം കളഞ്ഞാൽ എന്ത് ലഭിക്കും? വെറും സമയനഷ്ടം. സമയം പാഴാക്കുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥ ജീവിതത്തിൽ മികച്ചതാകാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് സമയം മാത്രമേ അവശേഷിക്കുകയുള്ളൂ. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ചിത്രരചനയിൽ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ പഠിക്കാം. നിങ്ങളുടെ ഇഷ്ടത്തെ വരുമാനമാക്കി മാറ്റാം. നിങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ നിറവേറ്റാം. ഇത് നിങ്ങൾക്ക് സന്തോഷം നൽകുകയും മാനസികമായും വൈകാരികമായും നിങ്ങളെ ശക്തനാക്കുകയും ചെയ്യും. നിങ്ങൾ കൂടുതൽ ശക്തനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമയം പാഴാക്കരുത്. 3. അതിരാവിലെ എഴുന്നേൽക്കുക. അതിരാവിലെ പക്ഷികൾ സൂര്യോദയത്തിന് മുൻപ് തന്നെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും, മൃഗങ്ങൾക്കും, സസ്യങ്ങൾക്കും, മരങ്ങൾക്കും, കാറ്റിനുമെല്ലാം ജീവനുണ്ട്. മനുഷ്യൻ മാത്രമാണ് മടി കാരണം രാവിലെ 9 മുതൽ 10 വരെ കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഊർജം എവിടെ നിന്ന് ലഭിക്കും? പ്രപഞ്ചത്തിന്റെ മുഴുവൻ ശക്തിയും രാവിലെയാണ് ലഭിക്കുന്നത്. പക്ഷേ അത് ലഭിക്കാൻ നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കണം. സൂര്യോദയത്തിന് മുൻപെങ്കിലും എഴുന്നേൽക്കുക. നിങ്ങളുടെ സ്ഥലത്ത് സൂര്യൻ 6 മണിക്ക് ഉദിക്കുകയാണെങ്കിൽ കുറഞ്ഞത് 5 മണിക്ക് എഴുന്നേൽക്കുക. സൂര്യൻ ഉദിക്കുമ്പോൾ ചുവപ്പ് നിറത്തിലുള്ള സൂര്യൻ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം, ഞാനും തയ്യാർ, സൂര്യനും തയ്യാർ. ഉറങ്ങുന്നവൻ നഷ്ടപ്പെടുത്തുന്നു, സമയത്തിന് ഉണരുന്നവൻ എല്ലാം നേടുന്നു. ജീവിതത്തിന്റെ ലക്ഷ്യമായ പണം, കാർ, ബംഗ്ലാവ്, ബഹുമാനം, ആത്മവിശ്വാസം, പോസിറ്റീവ് വൈബ്സ്, ശക്തി, ഇതെല്ലാം അതിരാവിലെ എഴുന്നേറ്റാൽ നിങ്ങൾക്ക് ലഭിക്കും. അതിരാവിലെ എഴുന്നേൽക്കാൻ ശീലിക്കുക. 4. നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക. നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക ശാന്തമായിരിക്കാൻ. നിങ്ങൾ എത്രത്തോളം ശാന്തമായിരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതം സുസ്ഥിരമായിരിക്കും. നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കുക. നമുക്ക് ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടായിട്ടും ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ്. നമ്മുടെ കഴിവ് കുറവ് കാരണം. അപ്പോൾ ദേഷ്യപ്പെടുകയാണോ പ്രതിവിധി, അതോ കഴിവ് വർദ്ധിപ്പിക്കുകയാണോ? കഴിവ് വർദ്ധിപ്പിക്കുകയാണ് പ്രതിവിധി. ദേഷ്യപ്പെടുന്നത് പ്രതിവിധിയല്ല. നിങ്ങൾ വെറുതെ നിങ്ങളുടെ ശക്തി കാണിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ ശക്തി യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബലഹീനതയാണ്. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ മാനസികമായും വൈകാരികമായും എങ്ങനെ ശക്തനാകും? നിങ്ങൾക്ക് ദേഷ്യം വരാതിരിക്കുമ്പോഴാണ് നിങ്ങൾ ശക്തനാകുന്നത്. ദേഷ്യം നിയന്ത്രിക്കാൻ നിങ്ങൾക്കറിയുമ്പോഴാണ് നിങ്ങൾ ശക്തനാകുന്നത്. ദേഷ്യം ആർക്കും വരും. ദേഷ്യപ്പെട്ട് ലോകത്തെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് കഴിയുമോ? ശക്തിയുള്ളവർക്ക് മാത്രമേ അതിന് കഴിയൂ. അതിനാൽ നിങ്ങളെത്തന്നെ ശാന്തമാക്കുക. ഒരു കേന്ദ്രീകൃത മനസ്സ് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ശക്തികളിലൊന്നാണ്. നമ്മൾ ശാന്തമായിരിക്കുമ്പോൾ, നമ്മുടെ ചിന്തകൾ ശാന്തമായിരിക്കുമ്പോൾ, നമ്മുടെ മനസ്സ് സ്ഥിരമായിരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശക്തി ലഭിക്കുന്നത്. ജീവിതത്തിൽ ശക്തനാകാനുള്ള ഒരു വലിയ ബ്രഹ്മാസ്ത്രമാണിത്. 5. സ്വയം മാറാൻ ശ്രമിക്കുക. മാറ്റം പ്രപഞ്ചത്തിന്റെ നിയമമാണ്. മാറ്റം എപ്പോഴും സംഭവിക്കുന്നു. നിങ്ങൾക്ക് മാറ്റത്തെ തടയാൻ കഴിയില്ല, പക്ഷേ അതിന്റെ ദിശ നിർണ്ണയിക്കാൻ കഴിയും. നല്ല മാറ്റമാണോ മോശം മാറ്റമാണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. വെള്ളമൊഴുകുന്നു, നദിയൊഴുകുന്നു. നദിയെ നിങ്ങൾക്ക് തടയാൻ കഴിയില്ല, പക്ഷേ അതിന്റെ ഒഴുക്കിന്റെ ദിശ മാറ്റാൻ കഴിയും. അങ്ങോട്ട് പോയാൽ വെള്ളപ്പൊക്കമുണ്ടാകും, ഇങ്ങോട്ട് വന്നാൽ കൃഷിസ്ഥലങ്ങളിൽ വിളകൾക്ക് സമൃദ്ധിയുണ്ടാകും. ഒരു വ്യക്തിക്കും ജീവിതകാലം മുഴുവൻ ഒരേപോലെ തുടരാൻ കഴിയില്ല, പക്ഷെ മോശം വഴിക്ക് പോകുന്നതിന് പകരം നല്ല വഴിക്ക് പോകാൻ കഴിയും. അതിനാൽ നിങ്ങളുടെ ശീലങ്ങൾ മാറ്റുക, നിങ്ങളുടെ ദിനചര്യകൾ മാറ്റുക, നിങ്ങളുടെ മുൻഗണനകൾ മാറ്റുക. ഇപ്പോൾ എനിക്ക് എന്താണ് പ്രധാനം? നിങ്ങൾക്ക് പ്രധാനമല്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ കുടുങ്ങിയിട്ടില്ല എന്ന് ഉറപ്പാക്കുക. ദിവസാവസാനം നിങ്ങളൊന്നും നേടിയില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ സുഹൃത്തുക്കളെ മാറ്റുക, നിങ്ങളുടെ ജോലി മാറ്റുക. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ സന്തോഷവാനല്ലെങ്കിൽ മാറ്റുക. മാറ്റം എപ്പോഴും ആഴത്തിലുള്ള പരിഗണനയ്ക്ക് ശേഷമായിരിക്കണം. നിങ്ങൾ എന്തെങ്കിലും മാറ്റാൻ ആഗ്രഹിക്കുമ്പോൾ സമയമെടുക്കുക, ആഴത്തിൽ ചിന്തിക്കുക. ഇതൊരു വേഗത്തിലുള്ള പ്രക്രിയയല്ല. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റേണ്ടതെന്ന് താഴേക്കിറങ്ങി ചിന്തിക്കുക. ആ മാറ്റം നിങ്ങൾക്ക് ശരിയായതാണോ? അത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം കൊണ്ടുവരുമോ? ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. 6. സ്വന്തമായി സമയം ചെലവഴിക്കുക. നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുക. വളരെ ലളിതമായ ഒരു വാക്യമാണിത്. സ്വന്തമായി സമയം ചെലവഴിക്കുക. നിങ്ങളോട് തന്നെ സംസാരിക്കുക. എങ്ങനെ സംസാരിക്കും? കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമോ? ഹേയ്, നിനക്കെങ്ങനെയുണ്ട്? എനിക്ക് സുഖമാണ്. എന്താണ് നിന്റെ ചിന്തകൾ? എല്ലാം ഭയപ്പെടുത്തുന്നു. അല്ല, അങ്ങനെ സംസാരിക്കുന്നതല്ല. നിങ്ങളോട് തന്നെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ബന്ധപ്പെടാൻ ശ്രമിക്കുക എന്നാണ്. ഏതെങ്കിലും ശാന്തമായ സ്ഥലത്തിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഉള്ളിലേക്ക് നോക്കുക. എന്താണ് ചെയ്യാനാഗ്രഹിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ദുഃഖം?
എന്താണ് നിങ്ങളുടെ സങ്കടം? എന്താണ് സന്തോഷം? സന്തോഷവും ദുഃഖവും എപ്പോഴും ഉണ്ടാകും. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ എന്താണുള്ളത്? നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇന്ന് നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങളുടെ വഴി എവിടേക്കാണ് പോകുന്നത്? ഒറ്റപ്പെടൽ എപ്പോഴും ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ നിങ്ങളെ പരിചയപ്പെടുത്തും. നിങ്ങളെത്തന്നെ. നിങ്ങൾ ഒറ്റയായിരിക്കുമ്പോൾ നിങ്ങളുടെ ബലഹീനതകൾ എങ്ങനെ തിരിച്ചറിയും? നിങ്ങളെത്തന്നെ അറിയുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് അവയെ നീക്കം ചെയ്യാൻ കഴിയും. അതിലൂടെ നിങ്ങൾ ശക്തനാകും. 7. കഠിനാധ്വാനം ചെയ്യുക. കഠിനാധ്വാനം ചെയ്യുക. കഠിനാധ്വാനത്തിന് ഒരു പരിഹാരവുമില്ല. കഠിനാധ്വാനത്തിന് കുറുക്കുവഴികളില്ല. കഠിനാധ്വാനം എപ്പോഴാണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നേടാൻ വേദനയുമുണ്ടാകും. ഒരു പദ്ധതി ഉണ്ടാക്കുക. ആ പദ്ധതിയെ ചെറിയ ലക്ഷ്യങ്ങളായി വിഭജിക്കുക. ദിവസേന ചെറിയ ലക്ഷ്യങ്ങൾ നേടാൻ തുടങ്ങുക. നിങ്ങളുടെ മനസ്സിനെയും വികാരങ്ങളെയും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കു വേണ്ടി നിലനിർത്തുക. നിങ്ങളുടെ മനസ്സും തലച്ചോറും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുമ്പോൾ അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കില്ല. 8. ചിന്തിക്കുന്നതിനും അമിതമായി ചിന്തിക്കുന്നതിനും തമ്മിലുള്ള വ്യത്യാസം. ആവശ്യത്തിന് ചിന്തിക്കുന്നത് നല്ലതാണ്. അമിതമായി ചിന്തിക്കുക എന്നാൽ ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് ചിന്തിക്കുക. നിങ്ങൾ എത്രത്തോളം അമിതമായി ചിന്തിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ വികാരങ്ങളും ചിന്തകളും അസ്ഥിരമാകും. എത്രത്തോളം അനാവശ്യമായി ചിന്തിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിൽ കുടുങ്ങും. ഈ മിഥ്യാബോധത്തിൽ നിന്ന് പുറത്തുവന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വരിക. നിങ്ങളിൽ വിശ്വസിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുക. സാഹചര്യം നിങ്ങളെക്കൊണ്ട് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുക. അവസാനമെല്ലാം ശരിയാകും. എപ്പോഴാണോ നിങ്ങൾക്ക് ചിന്തിക്കേണ്ടത്? അമിതമായി ചിന്തിക്കുന്നതിനു പകരം നിങ്ങളുടെ ഇന്നത്തെ ചിന്ത നിങ്ങളുടെ നാളത്തെ ഭാവിയാകുമെന്നതോർത്ത് ചിന്തിക്കുക. ഇന്ന് നിങ്ങൾ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് അത് നാളെ നിങ്ങളുടെ യാഥാർത്ഥ്യമായിരിക്കും. അതാണ് യഥാർത്ഥ ചിന്താ പ്രക്രിയ. 9. നിങ്ങളിൽ തന്നെ സന്തോഷം കണ്ടെത്തുക. നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ നിങ്ങളെ സ്വീകരിക്കുക. നിങ്ങളുടെ സാഹചര്യങ്ങളെ സ്വീകരിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും സ്വീകരിക്കുക. സന്തോഷമായിരിക്കുക. ആരും പൂർണ്ണരല്ല. ഞാനും പൂർണ്ണനല്ല. സമയം പോകുമ്പോൾ എനിക്കെന്റെ സാഹചര്യം മാറ്റാൻ കഴിയില്ല. പക്ഷേ എനിക്കെന്റെ ശീലങ്ങൾ മാറ്റാൻ കഴിയും. എനിക്കിന്ന് വിജയിക്കാൻ കഴിയില്ല. പക്ഷേ ഇന്ന് എനിക്ക് സന്തോഷമായിരിക്കാൻ കഴിയും. എനിക്കിന്ന് എന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. പക്ഷേ ഇന്ന് എനിക്ക് ശക്തനാകാൻ കഴിയും. ഇന്ന് എനിക്ക് ഫലം നേടാൻ കഴിയില്ല. പക്ഷേ എന്റെ മനസ്സിൽ പോസിറ്റീവും ശക്തവുമായ വിത്തുകൾ എനിക്ക് വിതയ്ക്കാൻ കഴിയും. നിങ്ങളിൽ തന്നെ സന്തോഷം കണ്ടെത്തുക. 10. ധ്യാനം ചെയ്യുക. വൈകാരികമായും മാനസികമായും ശക്തനാകാനുള്ള അവസാനത്തെ മാർഗം ധ്യാനമാണ്. ധ്യാനത്തിന് വലിയ ശക്തിയുണ്ട്. ധ്യാനമെന്നാൽ ശാന്തമായ മനസ്സോടെ നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് കഴിയുന്നത്ര അകലം പാലിക്കുക. നിങ്ങൾക്ക് അവയിൽ നിന്ന് പൂർണ്ണമായി അകലം പാലിക്കാൻ കഴിയില്ല. പക്ഷേ അവയെ പരിമിതപ്പെടുത്താൻ ശ്രമിക്കുക. ഇന്ന് നിങ്ങളെ ഇവിടെ വരെ ഇന്ന് നിങ്ങളെ മുന്നോട്ട് നയിച്ച പോസിറ്റീവ് ഊർജ്ജത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇന്ന് നിങ്ങൾ ഏത് തലത്തിലാണെങ്കിലും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ധ്യാനിക്കുക. ഇത് നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് വൈബ്സ് നൽകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. മാനസികമായും വൈകാരികമായും ശക്തനായ ഒരു വ്യക്തിയായി എങ്ങനെ മാറാം എന്ന് ഞാൻ നിങ്ങൾക്ക് 10 വഴികൾ പറഞ്ഞു തന്നു. നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക, മുന്നോട്ടു പോകുക.